ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ലഭിച്ചിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചന സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ വചന സന്ദേശ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതിയ വർഷം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിനും നന്മകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും വേണ്ടി ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞുപോയ ചിലതിനെക്കുറിച്ച് ഇനിയും വിചാരപ്പെടരുത്, ആശങ്കപ്പെടരുത്. പഴയത് കഴിഞ്ഞുപോയി. ഇനി പുതിയതായ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിനും തയ്യാറാകണം. ആദ്യത്തെ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ ഓർത്ത് ഇനി ദുഃഖിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. കഴിഞ്ഞുപോയത് തന്നെയാണ്. അതിനി ഒരിക്കലും മടങ്ങി വരത്തില്ല. എന്നാൽ കഴിഞ്ഞുപോയതിൽ ചിലത് ലഭിച്ചില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരും വിഷമിക്കുന്നവരും ഉണ്ടാകാം. അത് ലഭിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു, അത് നേടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകാം. പിന്നെ അത് ഒരിക്കലും സംഭവിക്കുകയില്ല, അത് ലഭിക്കുവാനേ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് നൽകുന്ന ഒരു ചിന്ത ഇതാണ്: നിന്നെ സമൃദ്ധിയിലേക്ക് വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരസ്പർശം നിന്നോട് കൂടെയുണ്ട്. നീ അസാധ്യമെന്ന് പറഞ്ഞ്, നീ ഒരിക്കലും നടക്കില്ല എന്ന്, എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റിവച്ചിരിക്കുന്ന ചിലത് നിനക്ക് തരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അസാധ്യമാണെങ്കിൽ അതിനെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ പുതിയ വർഷം 2026 വർഷം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന വർഷമാണ്. അസാധ്യമായി നീ മാറ്റി നിർത്തിയിരിക്കുന്ന ചിലതിനെ നിനക്കായി തുറന്നു തരുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. നിന്നെ വെള്ളം വറ്റിപ്പോകാത്ത സമൃദ്ധിയുടെ നീരുറവ പോലെ നിന്റെ ജീവിതത്തെ, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. നീ തളർന്നു പോകുന്ന സമയത്ത് നിന്നെ മാറോട് ചേർത്തണച്ച് നിന്റെ അസ്ഥികൾക്ക് ബലം പകരുന്ന, നിന്നെ എല്ലായ്പ്പോഴും സമൃദ്ധിയായിട്ട് വഴി നടത്തുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. 1-ാം സങ്കീർത്തനം ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. 1-ാം സങ്കീർത്തനം 3-ാം വാക്യം: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇവിടെ ഒന്നാമതായി പറയുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. ആരെയാണ് നട്ടിരിക്കുന്നത്? ദൈവം നിന്നെ ഒരു ആറ്റിൻ്റെ അരികത്തേക്ക് നട്ടിരിക്കുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ അസന്നിഗ്ധമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നിന്നെ ഒരു ആറ്റിനരികത്ത് നട്ടിരിക്കുന്നു. ഒരു ആറ്റിൻ്റെ കരയിൽ നിന്നെ എൻ്റെ ദൈവം നട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. ഒരു വെള്ളം വറ്റിപ്പോകാത്ത നീരുറവിനരികെ നിന്നെ നട്ടിരിക്കുന്നു. ഏതൊക്കെയോ മരുഭൂമി പ്രദേശത്തൊക്കെ ഉഴന്നു നടക്കേണ്ട നമ്മെ ഓരോരുത്തരെയും ഒരു ആറ്റിനരികത്ത് കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. വേറെ അനേക സ്ഥലങ്ങളിൽ നമ്മെ നട്ടുവെക്കാമായിരുന്നു. ഒരു മരുഭൂമി പ്രദേശത്ത്, ഒരു ചതുപ്പ് നിലങ്ങളിൽ, വെള്ളം ലഭിക്കാതിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെ നട്ടുവെക്കാമായിരുന്നു. എന്നാൽ ദൈവം നിന്നെ നട്ടിരിക്കുന്നത് ഒരു ആറ്റിൻ്റെ അരികത്താണ്. എന്താണ് ആറ്റിൻ്റെ പ്രത്യേകത? ഒരു ആറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു ജലാശയത്തെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അത് അനേകം പേർക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഒരു സമൃദ്ധിയുടെ നീരുറവാണ് ഓരോ ജലാശയങ്ങളും. ഈ ജലാശയങ്ങളിൽ നിന്ന് അനേക ജീവജാലങ്ങൾ ജലം കുടിക്കുകയും ഈ ജലാശയത്തിനുള്ളിൽ അനേകം ജീവജാലങ്ങളും മത്സ്യങ്ങളും ജലത്തിൽ വസിക്കുന്ന അനേകം ജീവികളും ഇതിനെ ഒരു ആവാസ കേന്ദ്രമാക്കി തീർക്കുകയും ചെയ്യുകയാണ്. ഈ ജലാശയത്തെ ആശ്രയിച്ച് അനേകം ജീവികൾ, മറ്റ് സസ്യങ്ങൾ, വൃക്ഷങ്ങളൊക്കെയും ഇതിൽ നിന്നുള്ള ജലവും ലവണധാതുക്കളും വലിച്ചെടുത്ത് പുഷ്ടിയായി വളർന്നത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇതൊക്കെയാണ് ഒരു ജലാശയത്തിൻ്റെ, ഒരു ആറിൻ്റെ പ്രത്യേകത. ഒരു ജലാശയത്തിൽ നിന്നുള്ള പ്രത്യേകത പോലെ തന്നെ അതിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന് അനേകം അനുഗ്രഹങ്ങളും അനേകം സൗഭാഗ്യങ്ങളും കൈവരിക്കുവാനായിട്ട് കഴിയും. ഒരു ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷവും ഒരു തരിശു പ്രദേശത്ത് നിൽക്കുന്ന ഒരു വൃക്ഷവും തമ്മിൽ അനേക വ്യത്യാസങ്ങളുണ്ട്. തരിശു പ്രദേശത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം, അതിന് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ ജലവും അതിനാവശ്യമാകുന്ന ലവണധാതുക്കളും ലഭിക്കുന്നുള്ളൂ. എന്നാൽ
എന്നാൽ ഒരാറ്റിന്റെ കരയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം അതെപ്പോഴും സമൃദ്ധിയായി വറ്റാത്ത നീരുറവിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ വൃക്ഷം ഫലപുഷ്ടിയായി തഴച്ചു വളരുന്ന ഒരു കാഴ്ച നമുക്ക് ദർശിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വസ്തുത ഇതാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പുതിയൊരു വർഷത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തിലേക്ക് ദൈവം നമ്മെ മരുഭൂമിയായിരിക്കുന്ന 2025 വർഷത്തിൽ നിന്ന് ഒരു സമൃദ്ധിയുടെ ആറ്റിന്റെ കരയാകുന്ന 2026 വർഷത്തിലേക്ക് നമ്മെ പറിച്ചു നട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ദൈവം നമ്മെ സമൃദ്ധിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സമൃദ്ധിയായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ പറിച്ചു നട്ടിട്ടുണ്ടെങ്കിൽ, ആ സമൃദ്ധിയെ സ്വീകരിക്കുന്നതിന് നമുക്ക് കഴിയണം. അതിനെ ഉൾക്കൊള്ളുന്നതിന് നാം ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ഒരു കടമയാണ്. ഈ സമൃദ്ധിയെ നാം സ്വീകരിച്ച് ഈ അനുഗ്രഹത്തെ തന്ന ദൈവത്തിന്, ഈ നന്മയെ തന്ന ദൈവത്തിന് നമ്മെ പട്ടുപോകാമായിരുന്ന അവസ്ഥയിൽ നിന്ന്, പാപത്തിന്റെ അന്ധകാര കുഴി വീണ് കിടന്ന് നമ്മെ ഓരോരുത്തരെയും അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആറ്റിന്റെ കരയിൽ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, ഒരു സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടി, ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി, അവിടെ നിന്ന് ഫലപുഷ്ടിയായി വളരുന്നതിന് വേണ്ടി ഉണങ്ങിപ്പോകാത്ത അനുഭവം സ്വീകരിച്ച് പച്ചയായി ഇലച്ച് ഫലം കായ്ക്കുന്ന ഒരു അനുഭവം, ഒരു സമൃദ്ധിയുടെ ഒരു അനുഭവം നമുക്ക് ദൈവം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് മതിയായ ഒരു ദൈവത്തെയാണ് നാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ആ വിധത്തിലൊരു അനുഭവം നാം ആർജിച്ചെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമുക്കൊരു സമൃദ്ധിയായ അനുഗ്രഹത്തെ തരികയാണ്. പഴയ കഴിഞ്ഞുപോയ ചിലതിനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അത് എനിക്ക് നന്മ ലഭിച്ചില്ലല്ലോ, എനിക്കൊരു അനുഗ്രഹം നഷ്ടമായി പോയി, എനിക്കിനി അത് ലഭിക്കില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിനേക്കാൾ എന്നെ സമൃദ്ധിയിലേക്ക് വഴി നടത്തുന്ന, എന്നെ പുതിയ അനുഗ്രഹത്തെ കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു വറ്റാത്ത നീരുറവയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിരാശ എനിക്ക് വരുന്നില്ല. എന്നെ സമൃദ്ധിയിലേക്ക് വഴി നടത്തുന്ന, എന്നെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു ദൈവം എന്നെ അനുഗ്രഹീതനായി വഴി നടത്തുവാൻ മതിയായവരാണ്. ഹല്ലേലൂയ. രണ്ടാമതായി, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. നമ്മെ ഒരു ആറ്റിനരികത്ത് സമൃദ്ധിയെ കൊണ്ട് നട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഫലം കായ്ച്ചാൽ പോരാ. സമൃദ്ധിയിലേക്ക് വഴി നടത്തുന്ന ദൈവത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ ഫലം കായ്ക്കുവാനായിട്ട് കഴിയണം. ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ചില ഫലങ്ങളുണ്ട്. ദൈവം തന്നിരിക്കുന്ന ചില താലന്തിനെ, ചില ഫലങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിനും മനുഷ്യർക്കും ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമുണ്ടാകാൻ, എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക്, എൻ്റെ സഭയ്ക്ക്, സമൂഹത്തിന് ദൈവിക ആലോചന പ്രകാരം, ദൈവഹിതപ്രകാരം ഒരു ഫലം കായ്ക്കുവാൻ കഴിയണം. അങ്ങനെ നീ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിക്കുവാൻ, ഫലം തരുവാൻ തീരുമാനിച്ചാൽ, നീ ആഗ്രഹിക്കാത്ത വിധത്തിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ മുത്തുകളെ പന്നികളുടെ കൂട്ടത്തിൽ ഇട്ടുകളയരുതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, നീ ദുഷ്ടന്മാരുടെ ഇടയിൽ വസിക്കാതെ, ദുഷ്ടന്മാരുടെ മുമ്പിൽ നിന്റെ പന്നികളുടെ കൂട്ടത്തിൽ നിന്റെ മുത്തിനെ ഇട്ടുകളയാതെ, നീ സമൃദ്ധിയായി നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് വേണ്ടി നീ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചാൽ, നീ ദൈവത്തിന് വേണ്ടി ഓടുവാൻ തീരുമാനിച്ചാൽ, നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനിച്ചാൽ, നിന്നെ സമൃദ്ധിയിലേക്ക് വഴി നടത്തുവാൻ എൻ്റെ ദൈവമെന്ന് പകൽക്കാലം തീരുമാനിക്കുകയാണ്. ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്ര അനുഗ്രഹത്തെ നിനക്ക് തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഒരു ഫലപുഷ്ടിയുള്ള വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് തക്ക സമയത്ത് ഫലം കായ്ക്കുക എന്നത് ആ വൃക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൻ്റെ ഉത്തരവാദിത്തമാണ്. തക്ക സമയത്ത് ആവശ്യാനുസരണം ഫലം കായ്ക്കുന്നതിനും കഴിയും. ഏതെങ്കിലും സമയത്ത്, അനുയോജ്യമില്ലാത്ത സമയത്ത് ഫലം കായ്ക്കുന്നതിനും കഴിയും. എന്നാൽ ഒരു ഫലപുഷ്ടിയുള്ള വൃക്ഷത്തിന് അതിനെ നട്ടിരിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതിനാണ്. അതിനെ നട്ടിരിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും, അങ്ങനെ പ്രവർത്തിക്കുവാൻ വേണ്ടി കൃപ തന്ന ദൈവത്തിന് നന്ദി പറയുവാനും നമുക്ക് സാധിക്കണം.
ഇതെന്റെ ദൈവം എനിക്ക് തന്ന കൃപയാണ് എന്ന് വിശ്വസിച്ച് എനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണെന്ന് പറയുന്നതിനും ദൈവത്തോട് സാക്ഷീകരിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനും നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവഹിതപ്രകാരം നടത്തുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ പ്രസാദ വർഷം ഇന്ന് പകൽക്കാലം വർഷിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ഇലവാടാത്തതുമായ വൃക്ഷം പോലെ അതിനെ മാറ്റി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നവരെ, ദൈവത്തിന് യോഗ്യമാകുന്ന വിധത്തിൽ തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവരെ ദൈവം ഇലവാടാത്ത വൃക്ഷം പോലെ ആക്കി തീർക്കുകയാണ്. നിന്റെ ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ ഇല വാടി പോകയില്ല. ആ വിധത്തിലുള്ള അനുഗ്രഹത്തെ നിന്റെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ഇലയാകുന്ന നന്മകൾ, നിന്റെ ജീവിതത്തിന്റെ ഇലയാകുന്ന അനുഗ്രഹങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ ഇലയാകുന്ന നന്മ നിന്റെ ഉള്ളിൽ നിന്ന് വാടിപ്പോകത്തില്ല. നിന്റെ ജീവിതത്തിൽ അത് വാടിപ്പോകാതെ നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിന് ഹിതകരമാകുന്ന ഫലങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചാൽ, ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ തീരുമാനിച്ചാൽ, നിന്നെ സമൃദ്ധിയായി ഇലവാടാത്ത വൃക്ഷം പോലെ നിന്നെ താഴപ്പിച്ച് വളർത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ ആ വിധത്തിൽ ഉയർത്തുവാൻ, നിന്നെ വാലല്ല തലയാക്കി തീർക്കും, താഴ്ചയിലെ ഉയർച്ച തന്നെ വരുത്തും. ആ വിധത്തിൽ നിന്നെ പരിപാലിക്കുവാൻ എൻ്റെ ദൈവശക്തനാണ്. മൂന്നാമതായി, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സമൃദ്ധിയായി നിന്നെ വഴി നടത്തുന്ന ദൈവത്തിൽ നിന്ന് നീ നന്മയും അനുഗ്രഹവും പ്രാപിച്ച് അതിനൊത്തവണ്ണം ഫലം പുറപ്പെടുവിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നവർക്ക് ഒന്നും അസാധ്യമായി തീരുകയില്ല. നീ വിചാരിക്കുന്ന ചില കാര്യങ്ങളെ, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് സമൃദ്ധി നൽകുന്ന ദൈവം അസാധ്യമായി നീ തള്ളിവച്ചിരിക്കുന്ന, അസാധ്യമായി നീ തള്ളിക്കളയുന്ന ഏതൊക്കെയോ ചില നന്മകൾ, അനുഗ്രഹങ്ങൾ നീ മാറ്റിവെച്ചിട്ടില്ലേ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസാധ്യമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം തക്ക സമയത്ത് നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കർത്താവെ നടക്കാതെ പോയ ചില ആഗ്രഹങ്ങൾ, ചില നന്മകൾ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ പുതിയ വർഷത്തിൽ കർത്താവേ, അത് എനിക്ക് തുറന്നു തരുന്ന, അനുഗ്രഹത്തെ തുറന്നു തരുന്ന, എന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ചില അനുഗ്രഹത്തെ തുറന്നു തരുന്ന വർഷമാക്കി തീർക്കണമെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ വചനത്തെ ഏറ്റെടുത്ത് ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് വിശ്വാസത്തോടെ ദൈവത്തോട് പറയുവാനായിട്ട് തീരുമാനിക്കുന്നവരെ എൻ്റെ യേശു ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുകയാണ് എന്ന് പറയുവാൻ കഴിയുമോ? അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലായി, ആൽഫയും ഒമേഗയുമായി, ആദ്യനും അന്ത്യനുമായി എന്നോട് കൂടെയുണ്ട്. അവൻ എന്നെ അനുദിനം വഴി നടത്തും. അവൻ എന്നെ വരണ്ട നിലത്തിലും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നവനാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊന്നും അസാധ്യമാകുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വസ്തുത, ഒരു ദൈവിക ദൂത്, നിന്നെ സമൃദ്ധിയായി വഴി നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമായി നിന്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. നീ തളർന്നു പോകുന്ന ചില സമയത്ത് നിന്നെ സമൃദ്ധിയായി വഴി നടത്തുവാൻ, നിന്റെ ആസ്തികൾക്ക് ബലം പകർന്ന് നിന്നെ വറ്റിപ്പോകാത്ത നീരുറവയുടെ അടുക്കം നിന്നെ നിർത്തി. അവൻ നിന്നെ ആറ്റിരികത്ത് നട്ട് ബലപുഷ്ടിയുള്ള നിലത്ത് നിന്നെ ശേഷിപ്പിച്ച് അനുഗ്രഹീതമായ നിലത്ത് നിന്നെ വഴി നടത്തുവാൻ ശക്തനായ ഒരു ദൈവം. നീ തക്ക സമയത്ത് ദൈവത്തിന് ദൈവഹിത പ്രകാരമുള്ള ബലത്തെ കൊടുക്കുവാൻ തീരുമാനിച്ചാൽ, ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, ദൈവത്തെ അനുഗ്രഹത്തെ തന്ന ദൈവത്തിന് നന്ദി പറയാൻ തീരുമാനിച്ചാൽ, ഇലവാടാത്ത വൃക്ഷമായി നിന്നെ ശോഭിപ്പിക്കുവാൻ, തഴച്ചു വളർത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ആ വിധത്തിലൊരു അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ തരുവാൻ, നിന്റെ വ്യക്തി ജീവിതത്തിൽ തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഇങ്ങനെ ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിക്കുന്ന, ബലം കൊടുക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം അസാധ്യമായ ചിലതിനെ സാധ്യമാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുതിയ വർഷം ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുന്ന ഈ 2026 വർഷം നീ നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ, എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ നിനക്ക് തുറന്നു തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഈ നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ തീരുമാനിച്ചാൽ, ആ ഒരു തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താമോ? അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആ ഒരു തീരുമാനത്തോടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനും തഴച്ചു വളരുന്നതിനും, ഈ അനുഗ്രഹത്തെ ഏറ്റെടുത്ത് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുന്നതിനും, കർത്താവേ, എൻ്റെ അനുഗ്രഹത്തെ എനിക്ക് തരണമേ, എൻ്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ തുറന്നു തരണമേ എന്നൊരു പ്രാർത്ഥനയോടെ
ദൈവസന്നിധിയിൽ കർത്താവിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിനും തക്ക സമയത്ത് ദൈവത്തിന് ബലം കൊടുക്കുന്നതിനും കർത്താവിന് വേണ്ടി ഓടുന്നതിനും പ്രയത്നിക്കുന്നതിനും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് സമൃദ്ധിയുടെ നീരുറവിൻ്റെ അനുഭവത്തിലൂടെ ഇന്നും എന്നേക്കും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.